ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഓഹരിയായി മാറിയ ഒരു കമ്പനിയുണ്ട്. കടബാധ്യതകൾ ഏതാണ്ട് ഒന്നുമില്ലാത്ത, ലാഭവിഹിതത്തിൽ സ്ഥിരത പുലർത്തുന്ന ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ക്രാഷ് ഷാഫ്റ്റ് നിർമ്മാതാക്കൾ. വെറും 10 വർഷം കൊണ്ട് വിപണി കീഴടക്കിയ ഈ കമ്പനിയുടെ നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. ടാറ്റ മോട്ടോഴ്സും അശോക് ലെയ്ലാൻഡും JCBയും അടക്കമുള്ള വമ്പന്മാർ പതിറ്റാണ്ടുകളായി വിശ്വസിക്കുന്ന ഹാപ്പി ഫോർജിങ്സ് എന്ന കമ്പനിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 1979 ജൂലൈയിൽ പഞ്ചാബിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായാണ് ഹാപ്പി ഫോർജിങ്സ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് 1998 ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി. 2023 ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ കമ്പനി അതേ വർഷം തന്നെ 1000 കോടി രൂപയുടെ വരുമാനമെന്ന നാഴികക്കല്ല് പിന്നിടുകയും ചെയ്തു. 1979 കമ്പനി പുറത്തിറക്കിയ ആദ്യ ഉൽപ്പന്നം ക്രാങ്ക് ആം ആയിരുന്നു. സൈക്കിൾ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന കരുത്ത് ചെയിനിലേക്ക് കൈമാറുന്ന ഒരു ഭാഗമാണിത്. ലുധിയാനയിലെ ഒരു ചെറിയ ഫാക്ടറിയിൽ നിന്നുള്ള തുടക്കമായിരുന്നു അത്. 2005 ഓയിൽ എഞ്ചിനുകൾക്കും മോട്ടോർ ഭാഗങ്ങൾക്കുമായി വലിയ ഹാമറുകൾ കമ്പനി സ്ഥാപിച്ചു. 2006 ലുധിയാനയിലെ കങ്കൻവാളിൽ രണ്ടാമത്തെ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. 2007 കമ്പനിയുടെ വരുമാനം 100 കോടി രൂപ കടന്നു. ഇത് വ്യാവസായിക ആവശ്യങ്ങൾക്കായുള്ള ഹെവി ഫോർജിങ്ങുകളിലേക്കുള്ള കമ്പനിയുടെ ചുവടുമാറ്റത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. തുടർന്നുള്ള പതിറ്റാണ്ട് മെഷീനിംഗ് മേഖലയിലെ വളർച്ചയുടേതായിരുന്നു. ഫോർജിങ്ങുകൾ അസംസ്കൃത രൂപത്തിൽ വിൽക്കാം, എന്നാൽ കൃത്യമായ അളവുകളിൽ ഫിനിഷ് ചെയ്ത മെഷീൻസ് ഫോർജിങ്ങുകൾക്ക് വിപണിയിൽ ഉയർന്ന മൂല്യവും ഉപഭോക്താക്കളുമായി ദീർഘകാല ബന്ധവും ഉറപ്പാക്കാൻ സാധിക്കും. ഈ നൂതന സാങ്കേതിക വിദ്യ കൈവരിച്ചതോടെ കമ്പനി വാണിജ്യ വാഹനങ്ങളുടെയും മറ്റു വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും വിപണിയിലേക്ക് പ്രവേശിച്ചു. 2017 രണ്ടാമത്തെ 8000 ടൺ ഫോർജിംഗ് പ്രസ് സജ്ജമായി. 2021 ലുധിയാനയിലെ ദുഗ്രിയിൽ മൂന്നാമത്തെ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. അവിടെ മൂന്നാമത്തെ 8000 ടൺ പ്രസ്സും സ്ഥാപിച്ചു. 2022 ആയപ്പോഴേക്കും ആദ്യത്തെ 14,000 ടൺ ഫോർജിംഗ് പ്രസ്സിനൊപ്പം ക്രാങ്ക് ഷാഫ്റ്റുകൾ നിർമ്മിക്കുന്നതിനായി മാത്രം 8 പ്രത്യേക മാനുഫാക്ചറിംഗ് ലൈൻസ് കമ്പനി സജ്ജമാക്കിയിരുന്നു. ഹാപ്പി ഫോർജിങ്സിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഫോർജിംഗ് എന്താണെന്ന് അറിയണം. അമിതമായ കംപ്രസീവ് ഫോഴ്സ് ഉപയോഗിച്ച് ലോഹത്തെ കൃത്യമായ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണിത്. ഹാമറിംഗ്, പ്രസ്സിംഗ് അല്ലെങ്കിൽ റോളിംഗ് എന്നിവയിലൂടെ ഈ ശക്തി പ്രയോഗിക്കാം. അതായത് ലോഹത്തെ മുറിച്ചെടുത്ത് രൂപം നൽകുന്നതിന് പകരം അതിൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യമുള്ള ആകൃതിയിലേക്ക് വളച്ചെടുക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്യുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ ഉദാഹരണമെടുത്താൽ മാവമർത്തി ഒരു അച്ചിലേക്ക് മാറ്റുന്നത് പോലെ ഇതിനെ കരുതാം. എന്നാൽ ഫോർജിങ്ങിൽ ഉപയോഗിക്കുന്നത് മൃദുവായ മാവല്ല, മറിച്ച് കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ, മൈക്രോ അലോയ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം അല്ലെങ്കിൽ ടൈറ്റാനിയം എന്നിവയാണ്. പ്രയോഗിക്കപ്പെടുന്ന സമ്മർദ്ദം ലോഹത്തിന്റെ ആന്തരിക ഘടനയെ മാറ്റുകയും അതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കഠിനമായ സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഇടങ്ങളിൽ ഫോർജിംഗ് വഴി നിർമ്മിച്ച ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. കാറുകൾ, ട്രക്കുകൾ, ട്രാക്ടറുകൾ എന്നിവയിൽ ഭാരം വഹിക്കുന്നതോ ചലനം കൈമാറുന്നതോ ആഘാതങ്ങൾ ആഗിരണം ചെയ്യുന്നതോ ആയ ഭാഗങ്ങളിൽ ഇത്തരം ഘടകങ്ങൾ അത്യാവശ്യമാണ്. കണക്കുകൾ പ്രകാരം ഒരു കാറിലോ ട്രക്കിലോ ഇത്തരത്തിലുള്ള 250-ലധികം ഫോർജിങ്ങുകൾ ഉണ്ടാകാം. അവയിൽ ഭൂരിഭാഗവും കാർബൺ അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാപ്പി ഫോർജിങ്സിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനമാണ്. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ വെറുമൊരു അലങ്കാര വസ്തുക്കളല്ല. അവ എഞ്ചിനുകൾ, ആക്സിലുകൾ, സ്റ്റിയറിംഗ്, സസ്പെൻഷൻ, ട്രാൻസ്മിഷൻ, വ്യവസായ യന്ത്രങ്ങൾ എന്നിവയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു തകരാർ സംഭവിക്കുക എന്നത് നിസ്സാരമായൊരു കാര്യമല്ല. പലപ്പോഴും അത്തരം ഒരു തകരാർ ആ വാഹനത്തെയോ യന്ത്രത്തെയോ പൂർണ്ണമായും നിശ്ചലമാക്കിയേക്കാം. മെഷീനിംഗ് ആണ് കമ്പനിയുടെ മറ്റൊരു പ്രധാന സർവീസ്. നിയന്ത്രിതമായ രീതിയിൽ ലോഹം നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണിത്. യന്ത്രങ്ങൾ പ്രയോഗിച്ച് പ്രവർത്തിക്കുന്ന ടൂളുകൾ ഉപയോഗിച്ചാണ് ലോഹത്തിന് കൃത്യമായ രൂപം നൽകുന്നത്. ടേണിംഗ്, മില്ലിംഗ്, ഡ്രില്ലിംഗ്, ബോറിംഗ്, റീമിംഗ് എന്നിവയെല്ലാം മെഷീനിങ്ങിന്റെ ഭാഗമാണ്. ഫോർജിംഗ് ഒരു ഘടകത്തിന് കരുത്തും ഏകദേശ രൂപവും നൽകുമ്പോൾ മെഷീനിംഗ് അതിനെ കൃത്യമായ അളവുകളിലേക്ക് എത്തിക്കുന്നു. വെറും ഒരു ഫോർജിംഗ് കമ്പനി മാത്രമായി ഒതുങ്ങി നിൽക്കാതെ ഫോർജ് ചെയ്തും മെഷീനിംഗ് പൂർത്തിയാക്കിയതുമായ ഘടകങ്ങളാണ് അവർ നിർമ്മിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിലെയും 2026 സാമ്പത്തിക വർഷത്തിലെയും ആദ്യ 9 മാസങ്ങളിലെ കണക്കനുസരിച്ച് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ 88% ഇത്തരത്തിൽ മെഷീനിംഗ് കൂടി കഴിഞ്ഞവയാണ്. ബാക്കി 12% മാത്രമാണ് വെറും ഫോർജിംഗ് ഉൽപ്പന്നങ്ങൾ. ഇത് വളരെ പ്രധാനമാണ്. ഫോർജിംഗ് ചെയ്ത ഒരു ഭാഗത്തിന് കരുത്തുണ്ടാകാം, എന്നാൽ അത് മെഷീനിംഗ് കൂടി പൂർത്തിയാക്കുമ്പോഴാണ് ഉപഭോക്താവിന്റെ കൃത്യമായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഉൽപ്പന്നമായി മാറുന്നത്. ഫോർജിംഗ്, മെഷീനിംഗ്, ടെസ്റ്റിംഗ് എന്നിവയെല്ലാം ഒരുമിച്ച് ചെയ്തു നൽകുമ്പോൾ ആ ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന മൂല്യം വളരെ കൂടുതലാണ്.
ക്രാങ്ക് ഷാഫ്റ്റുകൾ, ഫ്രണ്ട് ആക്സിൽ ഘടകങ്ങൾ, റിയർ ആക്സിൽ ഘടകങ്ങൾ, ഡിഫറൻഷ്യൽ കേസുകൾ, പിനിയൻ ഷാഫ്റ്റുകൾ, സസ്പെൻഷൻ ഉൽപ്പന്നങ്ങൾ, വാൽവ് ബോഡികൾ, ക്രൗൺ വീലുകൾ, ബ്രേക്ക് ഫ്ലേഞ്ചുകൾ, ഈ ആക്സിൽ ഘടകങ്ങൾ, പിസ്റ്റൺ പിന്നുകൾ, കണക്റ്റിംഗ് റോഡുകൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ വാഹനങ്ങളുടെയും യന്ത്രങ്ങളുടെയും ഏറ്റവും നിർണായകമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ജോലിയാണ് ഹാപ്പി ഫോർജിങ്സ് ചെയ്യുന്നത്. ഈ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും പരമ്പരാഗത എഞ്ചിനുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കമ്പനി ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ഭാഗങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ ഉൽപ്പന്ന നിരകൾ പരിശോധിച്ചാൽ ഹാപ്പി ഫോർജിങ്സിനെ വെറും ഒരു സാധാരണ പാസഞ്ചർ വാഹന ഘടക നിർമ്മാതാക്കളായി കാണാൻ കഴിയില്ലെന്ന് വ്യക്തമാകും. കമ്പനിയുടെ വരുമാന സ്രോതസ്സുകൾ പരിശോധിച്ചാൽ വരുമാനത്തിന് 88% ലഭിക്കുന്നത് ഫോർജിങ്ങും മെഷീനിങ്ങും കഴിഞ്ഞ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. വെറും ഫോർജിംഗ് ഉൽപ്പന്നങ്ങൾ 12% മാത്രമാണ്. മെഷീനിങ് കൂടി ചെയ്ത ഘടകങ്ങൾ വിൽക്കുമ്പോൾ ലാഭവിഹിതം കൂടുകയും ഉപഭോക്താക്കൾക്ക് കമ്പനിയോടുള്ള വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. കാരണം ഉപഭോക്താവ് നൽകുന്ന അതേ അളവുകളിൽ ഫിനിഷ് ചെയ്ത ഉൽപ്പന്നങ്ങളാണ് കമ്പനി നൽകുന്നത്. ഒരു ആഗോള കമ്പനി പെട്ടെന്നൊരു ദിവസം വന്ന ഒരു ഫോർജിംഗ് കമ്പനിക്ക് ഓർഡർ നൽകില്ല. ഒരു ക്രാങ്ക് ഷാഫ്റ്റ് വിതരണക്കാരനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മാസങ്ങൾ നീളുന്ന ഡിസൈൻ റിവ്യൂകൾ, പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗുകൾ, ഓഡിറ്റുകൾ എന്നിവ കൃത്യമായി നടക്കും. ഒരു ട്രക്കിന്റെ എഞ്ചിനുള്ളിലെ ക്രാങ്ക് ഷാഫ്റ്റ് ഒടിഞ്ഞു പോയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും കമ്പനിയുടെ സൽപ്പേരിനെയും ബാധിക്കുന്ന തിരിച്ചു വിളിക്കലുകൾക്കും കാരണമാകും. അതിനാൽ ഒരിക്കൽ വിശ്വാസം തെളിയിച്ച വിതരണക്കാരെ മാറ്റാൻ നിർമ്മാതാക്കൾ തയ്യാറാകില്ല. ഹാപ്പി ഫോർജിങ്സിന്റെ പ്രധാന ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും 14 വർഷത്തിലേറെയായി അവരുമായി സഹകരിക്കുന്നവരാണ്. അശോക് ലെയ്ലാൻഡ്, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, JCB തുടങ്ങിയ പ്രമുഖർ ഇതിൽ ഉൾപ്പെടുന്നു. 2023 കണക്കനുസരിച്ച് വരുമാനത്തിന്റെ 76% വരുന്നത് 10 വർഷത്തിലധികം ബന്ധമുള്ള ഉപഭോക്താക്കളിൽ നിന്നാണ്. ഇന്ത്യൻ വിപണിയിൽ ഹാപ്പി ഫോർജിങ്സിന് 2 പ്രധാന സ്ഥാനങ്ങളുണ്ട്. വാണിജ്യ വാഹനങ്ങൾക്കും വലിയ വ്യാവസായിക എഞ്ചിനുകൾക്കുമുള്ള ക്രാങ്ക് ഷാഫ്റ്റുകൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ വലിയ കമ്പനി. സുരക്ഷയ്ക്ക് പ്രാധാന്യമുള്ള ഹെവി ഫോർജിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 4ാമത്തെ വലിയ എഞ്ചിനീയറിംഗ് കമ്പനി. ഇന്ത്യയിലെ വലിയ വിപണി വിഹിതവും ദീർഘകാല ഉപഭോക്തൃ ബന്ധങ്ങളും ഹാപ്പി ഫോർജിങ്സിനെ ഈ മേഖലയിലെ കരുത്തുറ്റ സാന്നിധ്യമാക്കി മാറ്റുന്നു. വില കുറച്ചു നൽകി പുതിയൊരു കമ്പനിക്ക് അവരുടെ സ്ഥാനം എളുപ്പത്തിൽ തട്ടിയെടുക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത. ഹാപ്പി ഫോർജിങ്സിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ കമ്പനി വളരെ ശക്തമായ ഒരു അടിത്തറയിലാണ് നിൽക്കുന്നതെന്ന് വ്യക്തമാണ്. 13,626 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ മിഡ് ക്യാപ് കമ്പനിയുടെ ഓഹരി വില 1,400 രൂപയ്ക്ക് മുകളിലാണ്. കമ്പനിയുടെ PE റേഷ്യോ 47 ടൈംസും വ്യവസായ ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുന്നത് നിക്ഷേപകർക്ക് ഈ ബിസിനസ്സിലുള്ള വലിയ പ്രതീക്ഷയാണ് കാണിക്കുന്നത്. ഏതാണ്ട് 193 കോടി രൂപ മാത്രം കടബാധ്യതയുള്ള കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.1%. ഇത് കമ്പനി സാമ്പത്തികമായി വലിയ സുരക്ഷിതത്വത്തിലാണെന്ന് കാണിക്കുന്നു. കൂടാതെ ROCE, ROE എന്നീ നിരക്കുകൾ കമ്പനി അതിന്റെ മൂലധനം ലാഭകരമായി വിനിയോഗിക്കുന്നു എന്നതിന് സൂചന നൽകുന്നുണ്ട്. വളർച്ചയുടെ കാര്യത്തിലും ഹാപ്പി ഫോർജിങ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിൽപ്പനയിൽ 20.4%, ലാഭത്തിൽ 27.4% വാർഷിക വളർച്ച നേടാൻ ഇവർക്ക് സാധിച്ചു. കമ്പനിയുടെ 78.5% ഓഹരികളും പ്രൊമോട്ടർമാരുടെ കൈവശമാണ് എന്നത് ബിസിനസിനോടുള്ള അവരുടെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. പ്രൈസ് ടു ബുക്ക് വാല്യൂ 7 എന്ന അല്പം ഉയർന്ന നിരക്കിലാണെങ്കിലും ഉയർന്ന ഗുണമേന്മയുള്ള മെഷീനിങ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ വിപണി ഇതിനെ പോസിറ്റീവായാണ് കാണുന്നത്. കുറഞ്ഞ ഡിവിഡൻഡ് ഈൽഡ് സൂചിപ്പിക്കുന്നത് ലാഭം ലാഭവിഹിതമായി വിതരണം ചെയ്യുന്നതിനേക്കാൾ ബിസിനസ് വിപുലീകരിക്കാനും കൂടുതൽ വളരാനും കമ്പനി മുൻഗണന നൽകുന്നുണ്ട് എന്നതാണ്. ലുധിയാനയിലെ ആ ചെറിയ തുടക്കത്തിൽ നിന്ന് ഇന്ന് 13,000 കോടിയിലധികം മൂല്യമുള്ള ഒരു വമ്പൻ വ്യവസായമായി കമ്പനി മാറിയിട്ടുണ്ട്. 2024 തുടക്കത്തിൽ ഏകദേശം 1,000 രൂപ നിലവാരത്തിലായിരുന്ന ഓഹരി വില ഇടയ്ക്കിടയ്ക്ക് ചില കയറ്റിറക്കങ്ങളിലൂടെ കടന്നുപോയെങ്കിലും 2025 പകുതിയോടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നത് കാണാം. പ്രത്യേകിച്ച് 2026 എത്തുമ്പോൾ ഓഹരി വിലയിൽ വലിയ മുന്നേറ്റം പ്രകടമാണ്. നിലവിൽ ഇത് 1,400 രൂപയ്ക്ക് മുകളിൽ ഉയർന്നാണ് തുടരുന്നത്. ഓഹരി വിലയിലെയും വാല്യുവേഷനിലെയും കുതിപ്പ് ഓഹരി ഡിസേർവിംഗ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക.